ഹായ് മക്കളെ, യെസ് വിന്നേഴ്സിൻ്റെ 9th CBSEയുടെ മറ്റൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th CBSEയിലെ ആദ്യത്തെ ചാപ്റ്ററായ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. NCERT സിലബസ് പ്രകാരം അത് 5th ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് 8th നമ്മളെ സിലബസ് മാറിയിരുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് കവർ ചെയ്തിരുന്നു? യെസ്, എന്താണ് മിക്സ്ചേഴ്സ് എന്ന് വരെ നമ്മൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഒരു ഹോമോജനസ് മിക്സ്ചർ എന്നാണ്. ഓക്കെ, ഹോമോജനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നർത്ഥം. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോമോജനസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ കോമ്പോസിഷനുള്ള മിക്സ്ചേഴ്സ് എന്ന അർത്ഥത്തിലാണ് ഹോമോജനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാനൊരു ഗ്ലാസ് വാട്ടർ എടുത്തു, അതിലോട്ട് എന്ത് ആഡ് ചെയ്തു? ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, നന്നായി അതൊന്ന് സ്റ്റിർ ചെയ്തു. നിങ്ങൾക്ക് ആ ഷുഗർ പാർട്ടിക്കിൾ കാണാൻ പറ്റൂ? ഇല്ല. ദെൻ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അതിൻ്റെ ടേസ്റ്റ് സെയിം ആയിരിക്കും, അതിൻ്റെ കളറ് സെയിം ആയിരിക്കും, അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും അല്ലേ? അത്തരം മിക്സ്ചേഴ്സിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക? ഹോമോജനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. മിക്സ്ചേഴ്സ് ഹാവിങ് യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. എല്ലാ സ്ഥലത്തും കോമ്പോസിഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോപ്പർട്ടീസ് ആർ സെയിം ത്രൂ ഔട്ട് ദ മിക്സ്ചർ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വിനേഗറാണ്. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരി എന്ന് പറയുന്നത് വിനേഗറാണ്. വിനേഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അസറ്റിക് ആസിഡ് സൊല്യൂഷനാണ്. 5% അസറ്റിക് ആസിഡ് സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിനേഗർ എന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ 100 ml വാട്ടറിൽ ഒരു എന്താ പറയുക 5 ml എന്ത് മിക്സ് ചെയ്യുന്നു? പിന്നെ അസറ്റിക് ആസിഡ് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷനെയാണ് എന്തെന്ന് വിളിക്കുക? വിനേഗർ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയറേറ്റഡ് ഡ്രിങ്ക്സ്, ഇപ്പോൾ സോഡ പോലെയുള്ള ഡ്രിങ്ക്സ് എല്ലാം എന്താണ് എക്സാമ്പിളാണ്? ഒരു ഹോമോജനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹോമോജനസ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹെറ്ററോജനസ് മിക്സ്ചർ. ഇപ്പോൾ ഞാൻ കുറച്ച് വാട്ടർ എടുക്കുന്നു, അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു, എന്തെങ്കിലും കൈൻഡ് ഓഫ് ഓയിൽ ഒഴിച്ചു. അവർ തമ്മിൽ മിക്സ് ചെയ്യും? മിക്സ് ആവില്ല. അതിനെ നമ്മൾ ഇമ്മസ്കിബിൾ മിക്സ്ചേഴ്സ് എന്നൊക്കെ വിളിക്കും. എന്നാലും ഓക്കെ, അവർ തമ്മിൽ മിക്സ് ആവില്ല. ടോപ്പ് ലെയറിൽ ഓയിലായിരിക്കും, ബോട്ടം ലെയറിൽ വാട്ടർ ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ ഇത്തരം മിക്സ്ചേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഹെറ്ററോജനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. അതായത് അവിടെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് സെയിം അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് സാൻഡും പിന്നെ ഷുഗറും എടുത്ത് മിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. കുറച്ച് മണ്ണും കുറച്ച് ഷുഗറും തമ്മിൽ മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു പോർഷനിൽ നിന്ന് കുറച്ച് ഒരു പിടി വാരുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സാൻഡിൻ്റെ അളവും ഷുഗറിൻ്റെ അളവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും. വേറൊരു ഭാഗത്ത് നിന്ന് കുറച്ച് സാൻഡും കുറച്ച് ഷുഗറും, അല്ലെങ്കിൽ ആ മിക്സ്ചർ കുറച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിടി ഞാനിങ്ങനെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആ സബ്സ്റ്റൻസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതും എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല. അതായത് ഇപ്പം ഞാൻ കുറച്ച് സാൻഡും കുറച്ച് ഈ പറയുന്ന ഷുഗറും തമ്മിൽ മിക്സ് ചെയ്തു. ആ മിക്സ്ചറിൽ നിന്ന് ഞാൻ എൻ്റെ 2 കയ്യിൽ നിന്ന് 2 ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തെയും സാൻഡിൻ്റെയും ഷുഗറിൻ്റെയും അളവ് എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അത്തരം മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹെറ്ററോജനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കാം. മിക്സ്ചേഴ്സ് ഹാവിങ് നോൺ യൂണിഫോം കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പോലെ ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് മഡി വാട്ടറാണ്. മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് വാട്ടറിലോട്ട് നമ്മൾ കുറച്ച് മഡ്, കുറച്ച് ചെളിയോ മണ്ണോ വാരി ഇട്ട് ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ലെയറിൽ വാട്ടർ കൂടുതലായിരിക്കും, താഴത്തെ ലെയറിൽ എന്ത് കൂടുതലായിരിക്കും? മഡ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ യൂണിഫോം അല്ല, എല്ലാ സ്ഥലത്തും കോമ്പോസിഷൻ സെയിം അല്ല, പ്രോപ്പർട്ടീസ് സെയിം അല്ല. അത്തരം മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. എന്ത് തരം മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക? ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുക. ഹോമോജനസ് മിക്സ്ചേഴ്സിന് നമ്മൾ 2 ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്, ഹോമോജനസ് മിക്സ്ചേഴ്സും ഹെറ്ററോജനസ് മിക്സ്ചേഴ്സും. ഹോമോജനസ് മിക്സ്ചേഴ്സിന് ഒരു എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ ഈസ് എ ഹോമോജനസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നന്നായി സ്റ്റിർ ചെയ്താൽ നമുക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടും. അതെന്തൊരു എക്സാമ്പിളാണ്? അതൊരു സൊല്യൂഷനാണ്, അതൊരു ഹോമോജനസ് മിക്സ്ചറാണ്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ 2 ആൾക്കാരുണ്ടാവും. ഞാൻ ആരൊക്കെ ആഡ് ചെയ്തത്? വെള്ളത്തിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. അപ്പോൾ അളവിൽ കുറവുള്ളത് ആരാ? ഷുഗറാണ് അല്ലേ? ആ ഷുഗറിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കുക. കൂടുതലുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സോൾവെൻ്റ് എന്ന് വിളിക്കുക. അതായത് ആക്ച്വലി ഞാൻ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഷുഗർ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസോൾവ് ചെയ്യുന്ന വാട്ടറാണ് അവിടുത്തെ ലാർജർ ക്വാണ്ടിറ്റി. അതിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കുക. ദ കോമ്പണന്റ് ദാറ്റ് ഡിസോൾവ്സ് ദ അതർ.
ആരെയാണോ ഡിസോൾവ് ചെയ്യുന്ന ആൾ, ഓക്കെ, കൂടുതലുള്ള ആൾ, അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കുക. അളവ് കുറവുള്ള ആൾ, ഷുഗർ കുറച്ചേ ഉള്ളൂ അല്ലേ, അളവ് കുറവുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സൊല്യൂട്ട് എന്ന് വിളിക്കുക. ദ കോമ്പണന്റ് ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ്, സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സൊല്യൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സൊല്യൂഷനിൽ രണ്ടാൾക്കാരുണ്ട്, സൊല്യൂട്ടും സോൾവെന്റും. ഞാനൊരു ഷുഗർ സൊല്യൂഷൻ എടുത്താൽ ആരാ സൊല്യൂട്ട് ആരാ സോൾവെന്റ്? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഷുഗർ ആയിരിക്കും, സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആയിരിക്കും. അളവ് കൂടുതലുള്ളതാണ് എപ്പോഴും സോൾവെന്റ്. അത് പഠിച്ചു വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് കോൺസെൻട്രേഷൻ? മക്കളെ, ഒരു സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് പ്രസന്റ് ആണ് അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സൊല്യൂട്ടായ HCl-ൻ്റെ, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ അളവ്, നമ്മുടെ സൊല്യൂട്ടായ HCl-ൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ ആക്ച്വലി പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? സൊല്യൂട്ടിൻ്റെ അളവിൻ്റെ ബേസിസിലാണ്. സൊല്യൂട്ട് കൂടുതലാണെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയാം, സൊല്യൂട്ട് കുറവാണെങ്കിൽ അത് ഡൈല്യൂട്ടഡ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ പ്രസൻറ്റ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുക. കോൺസെൻട്രേഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പല രീതിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. പല മെത്തേഡ്സ് അതിന് പോസിബിൾ ആണ്. ഒന്നാമത്തതാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഓക്കെ, മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. നോക്കടാ, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് സൊല്യൂട്ടിൻ്റെ മാസിനെ സൊല്യൂഷൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതുകൊണ്ടാണ് മക്കളെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ ഈ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ കാണുന്ന എല്ലാ എക്സ്പ്രഷൻസിലും മുകളിൽ സൊല്യൂട്ട് ആയിരിക്കും, താഴെ സൊല്യൂഷൻ ആയിരിക്കും. അത് ഫിക്സ് ആണ്. ഓക്കെ, മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എങ്ങനെയായിരിക്കും? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, മുകളിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ താഴെ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ദെൻ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജോ, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. യെസ്, 3 രീതികളാണ് മെയിൻലി പഠിക്കാനുള്ളത്. ഇത് എന്തിനാ ഇങ്ങനെ പല രീതികൾ എന്ന് ചോദിച്ചാൽ പല സിറ്റുവേഷൻസിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഒക്കെ കൂടുതലും നമ്മൾ ഈ പറയുന്ന മെഡിസിനൽ പർപ്പസസുകൾക്ക്, ഫാർമസിയിലൊക്കെയുള്ള അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് യൂസ് ചെയ്യുക. ഓക്കെ, ഓരോ രീതിയും ഓരോ എന്താ പറയുക, ഓരോ കോൺസെൻട്രേഷൻ ടേംസും ഓരോ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് പറയാനുള്ളത് സൊല്യൂബിലിറ്റിയാണ്. സൊല്യൂബിലിറ്റിയും കോൺസെൻട്രേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. എന്തായിരുന്നു കോൺസെൻട്രേഷൻ? എത്രത്തോളം സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അളവിനെയാണ് എന്തെന്ന് വിളിക്കുക, കോൺസെൻട്രേഷൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് സോൾവെന്റ്. അതായത് ഒരു തന്നിരിക്കുന്ന സോൾവെന്റ്, ഇപ്പോൾ ഒരു 1 ലിറ്റർ സോൾവെന്റ് ഉണ്ട്, 1 ലിറ്റർ വാട്ടർ ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അതിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. ഓക്കെ, 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക, നന്നായിട്ട് സ്റ്റിർ ചെയ്യുക, അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവും. വീണ്ടും 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക, നന്നായി ഡിസോൾവ് ചെയ്യുക, അതും കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യും. മൂന്നാമതൊരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നോക്കുക, നന്നായി സ്റ്റിർ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത്ര സ്റ്റിർ ചെയ്യുക, ഡിസോൾവ് ആവില്ല. കുറച്ചെങ്കിലും ഷുഗർ എന്ത് ചെയ്യും, താഴെ സെഡിമെൻറ്റ് ചെയ്ത് തുടങ്ങും. താഴെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ഷുഗർ ക്രിസ്റ്റൽസ് കിടക്കുന്നത് കാണാം. ഓക്കെ, അതായത് അവിടെ മാക്സിമം അതിൻ്റെ സൊല്യൂബിലിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു, അതിൽ ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം സൊല്യൂട്ടും അതിൽ ഡിസോൾവ് ചെയ്തു. അത്തരം സൊല്യൂഷൻസ് ആ എമൗണ്ടിന്, അപ്പം നമ്മൾ എത്ര സൊല്യൂട്ട് അവിടെ ആഡ് ചെയ്തു, എത്ര ഷുഗർ നമ്മൾ ആഡ് ചെയ്തു, ആ അളവിനെയാണ് അതിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സൊല്യൂഷനിൽ ഞാൻ മാക്സിമം സൊല്യൂട്ട് ആ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം സൊല്യൂട്ടും ഞാൻ അതിൽ എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തു. അത്തരം സൊല്യൂഷൻസിനെയാണ്
സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഓക്കെ, ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നമുക്ക് ആ തന്നിരിക്കുന്ന സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം സൊല്യൂട്ട് നമ്മൾ ഡിസോൾവ് ചെയ്തു. ഇനി അതിലോട്ട് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ ഈ അതിലോട്ട് ഷുഗർ ആഡ് ചെയ്താൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അത്തരം സൊല്യൂഷൻസിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഇനി അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അൺസാച്ചുറേറ്റഡോ? സാച്ചുറേറ്റഡ് അല്ലാത്ത സൊല്യൂഷനെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു 3 സ്പൂൺ ആഡ് ചെയ്തപ്പോഴാണ് സാച്ചുറേറ്റഡ് ആയത്. പകരം 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അവിടെ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റിയിൽ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമ്മളിവിടെ എന്താണ് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺസെൻട്രേഷൻ, സൊല്യൂബിലിറ്റി, മിക്സ്ചേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻ്റെ കോമ്പണൻസ് എന്താണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആണ്. ഓക്കെ, ഈ ഹോമോജനസ് മിക്സ്ചേഴ്സിലെ ഹോമോജനസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോമോജനസ് മിക്സ്ചേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് സൊല്യൂഷൻസ് അല്ലേ. ഹോമോജനസ് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള വിവിധങ്ങളായ ടെക്നിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു വേറെ സെക്ഷനാണ് കേട്ടോ. ഓക്കെ, സോ അതിൽ ആദ്യത്തത് ക്രിസ്റ്റലൈസേഷൻ ആണ്. എന്താ മക്കളെ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ? ക്രിസ്റ്റൽസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഷുഗർ ക്രിസ്റ്റൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു ക്രിസ്റ്റലാണ് അല്ലേ, ഷുഗറിൻ്റെ ക്രിസ്റ്റലാണ് അല്ലേ. ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്റ്റൽ ഈസ് എ സോളിഡ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ജോമെട്രിക് പാറ്റേൺ. ഒരേ ഷേപ്പിലുള്ള ഒരേ ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റൽ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ പോലത്തെ ഷേപ്പിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു സോളിഡ് ആണ്. ആ സോളിഡിന് എന്തുണ്ട്? ഒരു പ്രോപ്പർ ജോമെട്രിക് പാറ്റേൺ പോസിബിൾ ആണ്. ഓക്കെ, ഈ കാണുന്ന ഇതുപോലത്തെ ഫിഗേഴ്സ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്രിസ്റ്റൽസ് എന്ന് വിളിക്കാം. ഇനി ഈ ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്ക് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഇൻ ലബോറട്ടറീസ് ദ പ്രോസസ് ഓഫ് ഫോമിംഗ് ക്രിസ്റ്റൽസ് ഫ്രം എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. മക്കളെ, ഞാനൊരു സൊല്യൂഷൻ എടുത്തു. ഓക്കെ, ആ സൊല്യൂഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ്, ഇപ്പോൾ അതിലത്തെ സൊല്യൂട്ട് ആവാം, ആ സൊല്യൂട്ടിനെ എനിക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷനിൽ നിന്ന് അവിടുത്തെ സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് സോളിഡ്സ് ഇൻ വിച്ച് one compound is present in small quantity and both are soluble in the same solvent. Okay, മക്കളെ, ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഞാൻ പറഞ്ഞു, ഒരു സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, അളവ് കുറവുള്ള ആളാണ് സൊല്യൂട്ട്. സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു സൊല്യൂഷനിൽ ഒന്നിലധികം സൊല്യൂട്ടുകൾ പ്രസൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ വാട്ടറായിട്ട് ഞാനൊരു സോൾവെൻ്റ് എടുത്തു. അതിലോട്ട് ഇപ്പോൾ ഞാൻ ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തും ആഡ് ചെയ്തിട്ടുണ്ട്? കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോമൺ സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് പേരെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? അതായത് ഷുഗറിനെയും സോൾട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ക്രിസ്റ്റലൈസേഷൻ യൂസ് ചെയ്യാം. അവിടുത്തെ കണ്ടീഷൻ എന്താ? ആ രണ്ട് പേരും എന്തിൽ സൊല്യൂബിൾ ആയിരിക്കണം? ആ സോൾവെൻറ്റിൽ. ഞാനിവിടെ എടുക്കുന്ന സോൾവെൻറ്റ് വാട്ടറാണ്. ഞാൻ എല്ലാ എക്സാമ്പിളിലും പറയുന്ന സോൾവെൻറ്റ് വാട്ടറാണ് എന്ന് കരുതി സോൾവെൻ്റായിട്ട് വാട്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. കോമൺ ആയിട്ട് വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ സോൾവെൻ്റ് അതാ. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സോൾവെൻറ്റ് പറഞ്ഞു എന്ന് മാത്രം. സോ ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ ഒന്നിലധികം സൊല്യൂട്ട് പ്രസൻ്റ് ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും നമുക്ക് ഈ പറയുന്ന ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്ക് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ ഈ സൊല്യൂട്ടുകളെല്ലാം ആ സോൾവെൻറ്റിൽ എന്താവണം? ഡിസോൾവ് ചെയ്യുന്ന ആളാവണം. ഓക്കെ, ഇനി ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ചില സോളിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ടും നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ സൊല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സോളിഡ്, ആ സോളിഡിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റീസിനെ ഈ ക്രിസ്റ്റലൈസേഷൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു? ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നു. ആ സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്നു, ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തായിട്ട് ഫോം ചെയ്യും? ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ആ രീതിയിൽ
ആ ഇംപ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ സൊല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. പല ടെമ്പറേച്ചേഴ്സിൽ ഈ സബ്സ്റ്റൻസിൻ്റെ സൊല്യൂബിലിറ്റി എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി crystallization is a common technique for separating pure substance from homogeneous mixtures. When new compounds are prepared, they are often accompanied by unwanted impurities. Crystallization helps to separate the desired substance from the undesired impurities. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളൊരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. ആ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനും നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്, ഈ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഡിസ്റ്റിലേഷൻ നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ. ഈ ആൽക്കഹോളൊക്കെ ഉണ്ടാക്കുന്ന, അതായത് ലിക്കറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ നമ്മൾ ഡിസ്റ്റിലറീസ് എന്നാണ് വിളിക്കാം. കാരണം അവിടെ നടക്കുന്ന മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷനാണ്. അപ്പോൾ ഡിസ്റ്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷനാണ്. എ ഹോമോജനസ് മിക്സ്ചർ ഓഫ് ടു മിക്സിബിൾ ലിക്വിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹീറ്റിംഗ് ദ മിക്സ്ചർ until the liquid with the lower boiling point vaporizes. The vapor is then cooled, turning back into liquid. This process is known as distillation. Okay, എന്ന് വെച്ചാൽ ഞാനൊരു സൊല്യൂഷൻ എടുക്കുകയാണ്. ആ സൊല്യൂഷനിൽ 2 ലിക്വിഡ്സ് ഉണ്ട്. ഓക്കെ, ആ 2 ലിക്വിഡ്സിൻ്റെയും ബോയിലിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം ഒരു 25 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് NCERT തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് അസറ്റോണും വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അസറ്റോണും വാട്ടറും. ഓക്കെ മക്കളെ, സപ്പോസ് അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അസറ്റോൺ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡാണ്. അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിന്റ് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഞാൻ ഇവർ തമ്മിലുള്ള സൊല്യൂഷൻ, ഈ 2 ലിക്വിഡ്സുമുള്ള ഒരു സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 56 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ അസറ്റോൺ എന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്യും അല്ലേ. അങ്ങനെ വേപ്പറൈസ് ചെയ്യുന്നു, അതെന്തായി മാറുന്നു, വേപ്പറായി മാറുന്നു. അതെന്തായി മാറുന്നു, വേപ്പറായി മാറുന്നു. ഈ അസറ്റോണിൻ്റെ വേപ്പേഴ്സ് നിങ്ങൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ട്യൂബിനെയാണ് കണ്ടൻസർ എന്ന് വിളിക്കുക. ആ കണ്ടൻസർ ട്യൂബിലൂടെ കടത്തിവിട്ട് റൈറ്റ് സൈഡിലുള്ള കൊണിക്കൽ ഫ്ലാസ്കിൽ ഞാൻ ആരെ മാത്രം കളക്ട് ചെയ്യുന്നു, അസറ്റോണിനെ മാത്രം കളക്ട് ചെയ്യുന്നു. എൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ, ഒരു 95 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ പോലും വാട്ടർ എന്ത് ചെയ്യില്ല, വാട്ടർ ഇവാബറേറ്റ് ചെയ്യില്ല, അസറ്റോൺ മാത്രമാണ് ഇവാബറേറ്റ് ചെയ്യുക. അസറ്റോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് സൈഡിലെ കൊണിക്കൽ ഫ്ലാസ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പം നമ്മൾ റിയാക്റ്റൻറ്റ്, നമ്മൾ ആ സൊല്യൂഷൻ എടുത്ത ആ അപ്പാരറ്റസിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്യുവർ വാട്ടർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, ടെമ്പറേച്ചർ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, ഒരു തെർമോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, താഴെ ഒരു ബേണറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഒന്നൊന്ന് വായിച്ചു നോക്കി. എ ഹോമോജനസ് മിക്സ്ചർ ഓഫ് 2 miscible liquids can be separated by heating the mixture until the liquid having lower boiling point. Boiling point കുറവുള്ള ആൾ ആദ്യം വേപ്പറൈസ് ചെയ്യും. The vapor is then cooled, turned back into liquid. This process is called as distillation. It allows the recovery of the solvent or separation of the liquids that differs in boiling point at least about 25 degrees Celsius. അവിടെ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ആ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന 2 ലിക്വിഡ്സിൻ്റെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അറ്റ്ലീസ്റ്റ് എത്രയാവണം, 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒന്നാമത്തെ സബ്സ്റ്റൻസിൻ്റെ ഒന്നാമത്തെ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് 75ഉം രണ്ടാമത്തതിൻ്റെ 100 ആണെങ്കിൽ നമുക്കവിടെ പോസിബിൾ ആണ്. അല്ല, 2 പേരുടെയും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. This method can be also used to separate a liquid from a solution containing dissolved solids. Okay, ഇപ്പോൾ ചില കേസിൽ ഒരു സൊല്യൂഷനിൽ ചില സൊല്യൂട്ടുകൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ആ ലിക്വിഡിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ അസറ്റോണിൻ്റെ എക്സാമ്പിൾ NCERT മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൻ്റെ പ്രൊസീജിയറാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഡ്യൂറിംഗ് ദ പ്രോസസ് ദ വേപ്പർ ഓഫ് ലോവർ ബോയിലിംഗ് ലിക്വിഡ് ആർ പാസ്ഡ് ത്രൂ ദ കണ്ടൻസർ വെർ ദെൻ ദേ ആർ കൂൾഡ് യൂഷ്വലി ബൈ എ സർക്കുലേറ്റിംഗ് വാട്ടർ ഓർ എയർ ബൈ കണ്ടൻസ്ഡ് ആസ് എ പ്യുവർ ലിക്വിഡ്. ഓക്കെ, ആ കണ്ടൻസറിൽ
കണ്ടൻസ് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക സർക്കുലേറ്റിംഗ് വാട്ടറോ അല്ലെങ്കിൽ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് എയറോ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, the pure liquid is collected at a separate vessel while solid or other liquids from the mixture remains in the distillation flask. ഓക്കെ, ഇപ്പോൾ 2 ലിക്വിഡ് ആണെങ്കിൽ ഒരു ലിക്വിഡ് ബോയിലിംഗ് പോയിന്റ് കൂടിയ ലിക്വിഡ് ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിലും ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ റൈറ്റ് സൈഡിലെ കൊണിക്കൽ ഫ്ലാസ്കിലും അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് വെസലിലും നമുക്ക് കിട്ടും. A mixture of acetone and water can be separated by distillation because their boiling point differs sufficiently. Acetone boils at 56 degrees Celsius and water boils at 100 degrees Celsius. ഞാൻ പറഞ്ഞല്ലോ, നോക്കടാ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് എത്രയാവണം? 25 ഡിഗ്രി സെൽഷ്യസ് ആവണം. ഇവിടെ ഒരെണ്ണം 56ഉം ഒരെണ്ണം 100ഉം ആണ്. ഈസി ആയിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. A large difference in boiling point allows one liquid to vaporize before the vapors of the other liquids are formed in a significant amount. എടാ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് ഈസി ആയിട്ട് നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ. ഈ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്. ഈ പറയുന്ന ലിക്കറിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിൽ കൂടുതലും ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു പോയിന്റിലോട്ട് പോകാം. അതാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി. ഓക്കെ, പേപ്പർ ക്രോമറ്റോഗ്രഫി ഞാൻ ആ ഡെഫിനേഷൻ അവിടെ കിടപ്പുണ്ട്, നിങ്ങളതൊന്ന് വായിക്കാം. Paper chromatography is a method used to separate the components of a mixture based on differences in the interaction of the components with the solvent and the paper to separate them. The liquid carries the substance up the paper, separating them based on how fast they move. എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുമ്പോൾ ഈ ഡെഫിനേഷൻ വായിച്ച ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിൽ മെയിനായിട്ടുള്ളത് പേപ്പർ ക്രോമറ്റോഗ്രഫിയിൽ മെയിനായിട്ടുള്ളത് ഒരു ക്രോമറ്റോഗ്രഫിക് പേപ്പറാണ്. ആ പേപ്പറാണ് നിങ്ങൾ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പേപ്പർ. ആ പേപ്പറിൻ്റെ ബോട്ടം ലൈനിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡോട്ട് കൊടുക്കും. ഒരു ബ്ലാക്ക് കളർ ഡോട്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു ഡോട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ബ്ലാക്ക് സബ്സ്റ്റൻസ് യൂസ് ചെയ്തൊരു ബ്ലാക്ക് ഡോട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിനെ എന്തിലോട്ട് ഡിപ്പ് ചെയ്യുന്നു? ഒരു ഗ്ലാസ് വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്തേക്കുന്നു. ഓക്കെ, കുറച്ച് വാട്ടർ അതിലേ ഉള്ളൂ, അതിലോട്ട് അതിനെ ഡിപ്പ് ചെയ്തേക്കുന്നു. ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ പോയിന്റ് മാർക്ക് ചെയ്ത ഇതാണ് എൻ്റെ ക്രോമറ്റോഗ്രഫിക് പേപ്പർ. ഈ പേപ്പറിൽ ഇവിടെയാണ് ഞാൻ ആ ഇങ്ക് സ്പോട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴെ യെസ് ഇവിടെ വരെ എന്ത് വരാൻ പാടുള്ളൂ? വാട്ടർ വരാൻ പാടുള്ളൂ. ആ ലെവലിന് താഴെ വാട്ടർ അല്ലെങ്കിൽ സോൾവെൻറ്റ് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ക്രോമറ്റോഗ്രഫിക് പേപ്പർ ഈ സോൾവെൻറ്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ ബൈ കാപ്പിലറി ആക്ഷൻ, കാപ്പിലറി റൈസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാപ്പിലറി റൈസ് കാരണം ഈ പറയുന്ന സോൾവെൻറ്റ് ഇതിൻ്റെ മുകളിലോട്ട് കയറും. എന്നിട്ട് എവിടെ എത്തും? ഈ പറയുന്ന ഇങ്ക് സ്പോട്ടിലെത്തും. ഈ ഇങ്ക് സ്പോട്ടിനെ അതെന്ത് ചെയ്യും? ഡിസ്പേഴ്സ് ചെയ്യും. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ പോയിന്റ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കളേഴ്സിനെ പല ലെയറുകളായിട്ട് അതെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യും. ഈ പറയുന്ന ക്രോമറ്റോഗ്രഫിക് പേപ്പറിൽ ഇതിങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ഈ മെത്തേഡ് ഓഫ് സെപ്പറേഷനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക? ക്രോമറ്റോഗ്രഫി എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ സ്പോട്ട് ചെയ്ത ഇങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ടാവും. ആ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഈ പറയുന്ന പേപ്പറിൽ ഫോം ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കാം? പേപ്പർ ക്രോമറ്റോഗ്രഫി എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, എൻ്റെ സബ്സ്റ്റൻസ്, എൻ്റെ സൊല്യൂഷനിലെ പല കോമ്പണൻസ് എൻ്റെ സോൾവെൻറ്റുമായി എങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുന്നു? ഡിഫറെൻറ്റ് രീതിയിൽ ഇൻ്ററാക്ട് ചെയ്യുന്നു. ആ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്രോമറ്റോഗ്രഫിക് പേപ്പറിൽ പല റീജിയൻസിൽ സ്പോട്ട് തരുന്നത്, പല കളേഴ്സ് ഫോം ചെയ്യുന്നത്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? പേപ്പർ ക്രോമറ്റോഗ്രഫി എന്ന് വിളിക്കുക. കുറച്ച് ട്രിക്കിയാണ്, അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. സോ ശ്രദ്ധിക്കുക, പേപ്പർ ക്രോമറ്റോഗ്രഫി ഞാൻ ഒന്നുകൂടെ പറയാം, ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ദ ഇൻ്ററാക്ഷൻ ഓഫ് കോമ്പണൻസ് വിത്ത് ദ സോൾവെൻറ്റ്. സോൾവെൻറ്റുമായി ആ സൊല്യൂഷനിലെ കോമ്പണൻസ് എങ്ങനെയാണോ ഇൻ്ററാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ പേപ്പർ ക്രോമറ്റോഗ്രഫി അവിടെയുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ കീ പോയിന്റ് കേട്ടോ, പഠിച്ചു വെക്കണേ. യെസ്, ഞാനിപ്പോൾ പറഞ്ഞ എക്സ്പെരിമെൻ്റ് ഇവിടെ കിടപ്പുണ്ട്, NCERT കിടപ്പുണ്ട്. Take a 3 cm wide strip of chromatography paper and draw a straight line 2 cm from the bottom of the paper with a pencil. Mark a spot with black sketch pen at the center of the line.
take enough water to make a thin layer at the bottom of the glass jar, a measuring cylinder or a beaker. Place the paper strip with the ink spot vertically into the container so that its lower end dips into the water. The water level should be below the spot. Observe the paper as the water rises through the paper. As water rises up, the ink starts to separate into different color spots. ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, നോക്കടാ, ഞാൻ ഇവിടെ സ്പോട്ട് ചെയ്തു, എന്നിട്ട് അതിനെ ഡിപ്പ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? പല പല കളർ സ്പോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഇങ്കിലെ കോമ്പണൻസ് എന്ത് ചെയ്യുന്നു? പല പല കളർ സ്പോട്ട്സ് ആയിട്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ റൈസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി എന്ന് വിളിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ബയോളജിയിലൊക്കെ നിങ്ങൾ +1 +2 എത്തുമ്പോൾ ഇത് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമ്മസ്കിബിൾ ലിക്വിഡ്സ്? അങ്ങനെ ഒരു ചെറിയൊരു ഏരിയ കൂടെ അതിൽ പറയുന്നുണ്ട്. അടുത്ത ടോപ്പിക്, ദാറ്റ് ഈസ് ഇമ്മസ്കിബിൾ ലിക്വിഡ്സ്. എടാ, ഇപ്പോൾ ഓയിലും വാട്ടറും നമ്മൾ മിക്സ് ചെയ്തു. ഓയിലും വാട്ടറും നമ്മൾ മിക്സ് ചെയ്താൽ അവർ സെപ്പറേറ്റഡ് ആയിട്ടല്ലേ കിടക്കുക, അല്ലേ? നമ്മൾ എത്ര മിക്സ് ചെയ്യാൻ ശ്രമിച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഓയിൽ മുകളിൽ കിടക്കും, വാട്ടർ താഴെ കിടക്കും, അല്ലേ? യെസ്, ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇമ്മസ്കിബിൾ ലിക്വിഡ്സ് എന്ന് വിളിക്കുക. ഒരിക്കലും മിക്സ് ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ്, അല്ലെങ്കിൽ ലിക്വിഡ്സിനെയാണ് ഇമ്മസ്കിബിൾ ലിക്വിഡ്സ് എന്ന് വിളിക്കുക. Immiscible liquids are liquids that do not mix with each other and form separate layer when combined. Okay, അതിന് എക്സാമ്പിൾ ആണ് ആരൊക്കെ? ഓയിലും വാട്ടറും. ഓക്കെ, ദെൻ അടുത്ത സെപ്പറേഷൻ ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? സപ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ഈസി പരിപാടിയാണ്, അല്ലേ? ഇപ്പോൾ സപ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്സ്റ്റൻസ് ഡയറക്ട്ലി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്നു. ലിക്വിഡ് സ്റ്റേറ്റിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഡയറക്ട്ലി വേപ്പറിലോട്ട് മാറുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സബ്ലിമേഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കാംഫർ, കർപ്പൂരം, അല്ലേ? കർപ്പൂരം കത്തിക്കുമ്പോൾ അതിൻ്റെ നേരെ വേപ്പേഴ്സാണ് ഫോം ചെയ്യുക, ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ആവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മാൾസിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്റേഴ്സിലോ ഒക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ വാഷ്റൂംസിലൊക്കെ നാഫ്താലിൻ ബോൾസ് ഉണ്ടാവും, അല്ലേ? ഒരു വൈറ്റ് കളർ ബോൾസ് ഉണ്ടാവും. അത് മോത്ത് റിപ്പല്ലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന മോത്തിനെ, അല്ലെങ്കിൽ എന്താ പറയുക, പ്രാണികളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ആ ബോൾസ് നമ്മൾ അവിടെ ഇടുന്നു. ആ ബോൾസ് എന്ത് ചെയ്യും? സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതെന്ത് ചെയ്യും? പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? പേപ്പേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുക. സബ്ലിമേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് എ സോളിഡ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ വിത്തൗട്ട് പാസിംഗ് ഇൻ ടു ദ ലിക്വിഡ് സ്റ്റേറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സിനെയാണ് ഡെപ്പോസിഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴ്ച കണ്ടിട്ടില്ലേ നിങ്ങൾ? മഞ്ഞ് വീഴുന്നത്, അതാണ് ഡെപ്പോസിഷൻ. അതായത് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ട്, അല്ലേ? ആ വാട്ടർ വേപ്പർ എന്തായി മാറുന്നു? സോളിഡ് ആയിട്ടുള്ള ഐസായിട്ട്, അല്ലെങ്കിൽ ഐസിൻ്റെ ചെറിയ ചെറിയ സ്നോ ഫോമിൽ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ലീവ്സിലോ അല്ലെങ്കിൽ തറയിലോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലേ? അതായത് വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? സോളിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ഡെപ്പോസിഷൻ എന്ന് വിളിക്കുക. നേരെ ഓപ്പോസിറ്റ്. Deposition is the process in which gas changes directly into a solid without passing through the liquid state. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഫോർമേഷൻ ഓഫ് ഫ്രോസ്റ്റ് ഫ്രം വാട്ടർ വേപ്പർ. ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്നോ അല്ലെങ്കിൽ മഞ്ഞ് എന്നൊരു മീനിങ് കേട്ടോ. യെസ്, അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ക്യാംഫർ ഉണ്ടെന്ന് വിചാരിക്കുക. ക്യാംഫർ, ഓക്കെ, ക്യാംഫറിന് എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ കുറച്ച് ക്യാംഫർ ഉണ്ട്. ആ ക്യാംഫറിൽ കുറച്ച് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇംപ്യൂരിറ്റീസ് കളഞ്ഞ് എനിക്ക് പ്യുവർ ക്യാംഫർ കിട്ടണമെന്ന് വിചാരിക്കാം. ഈ ക്യാംഫറിലുള്ള ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്തല്ല? സബ്ലൈമബിൾ സബ്സ്റ്റൻസ് അല്ല. സബ്ലൈമബിൾ അല്ല എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ്ലി, ഇംപ്യൂരിറ്റീസ് ഒരിക്കലും ഡയറക്റ്റ്ലി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ബർണറിൽ ആരെടുക്കുന്നു? ക്യാംഫറിനെ എടുക്കുന്നു. ക്യാംഫറിലുള്ള ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്ന ഇംപ്യൂരിറ്റീസ് സാൻഡാണ് കേട്ടോ. അപ്പോൾ സാൻഡും ഈ പറയുന്ന ക്യാംഫറും കൂടിയിട്ടുള്ള ആ മിക്സ്ചറിനെ ഞാൻ ഇതുപോലെ ഒരു ചൈന ഡിഷിൽ എടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു ബേണർ വെച്ച് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഗ്ലാസ് പാനലിലോട്ട് ആര് വരും? ഈ പറയുന്ന ക്യാംഫർ വരും. ക്യാംഫറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വേപ്പർ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ സാൻഡ് സബ്ലൈമബിൾ സബ്സ്റ്റൻസ് ആണോ? അല്ല, സാൻഡ് അവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സാൻഡിനെ ഈ പറയുന്ന ബർണറിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാംഫറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം, നമുക്കൊന്നുകൂടെ നോക്കാം. ടേക്ക് എ സ്പാച്ചുല ഫുൾ ഓഫ് മിക്സ്ചർ കണ്ടെയ്നിങ് ക്രഷ്ഡ് ക്യാംഫർ ആൻഡ് സാൻഡ്. സാൻഡും
ക്യാംഫറും ചേർന്ന ആ മിക്സറിനെ, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള ക്യാംഫറിനെ ഞാൻ അവിടെ എടുക്കുന്നു. പുട്ട് ഇൻ ടു എ ക്ലീൻ ആൻഡ് ഡ്രൈ ചൈന ഡിഷ്. അതൊരു ചൈന ഡിഷിൽ നമ്മൾ എടുക്കുന്നു. ടേക്ക് എ ക്ലീൻ ആൻഡ് ഡ്രൈ ഗ്ലാസ് ഫണൽ, പ്ലഗ് ഇറ്റ്സ് നോസിൽ വിത്ത് എ കോട്ടൺ. ഓക്കെ, അതായത് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് ഫണൽ ഫിറ്റ് ചെയ്യുന്നു. ഗ്ലാസ് ഫണലിൻ്റെ മുകളിൽ ഒരു കോട്ടൺ വെച്ച് അതിൻ്റെ മോൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. ഓക്കെ, കീപ് ദ ഫണൽ ഇൻവേർട്ടഡ് ഓൺ ദ ചൈന ഡിഷ്. കീപ് ദ ലൈറ്റ് ദ ബർണർ ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് അണ്ടർ ദ വയർ ഗോസ്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ദ ചൈന ഡിഷ് ജെന്റ്ലി ഫോർ ഫ്യൂ മിനിറ്റ്സ്. വൈറ്റ് സോളിഡ് camphor deposits on the inner wall of the funnel while sand remains in the china dish. Hence, camphor sublimates and separates from sand because sand does not sublime on heating. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാനൊന്ന് പറയാം, നോക്കടാ. ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇമ്പ്യൂരിറ്റീസ് ചേർന്ന സാൻഡ് ചേർന്ന ക്യാംഫറിനെ ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ക്യാംഫർ പെട്ടെന്ന് തന്നെ വേപ്പർ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് ഗ്യാസ് ആവും. പക്ഷെ അതിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഈ കോട്ടൺ പ്ലഗ് അതിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ക്യാംഫർ ഈ ഗ്ലാസ് പണലിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, പറ്റിപ്പിടിക്കും. ഓക്കെ, ഗ്ലാസ് പണലിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാംഫറിനെ കിട്ടും. താഴെ നമ്മുടെ ചൈന ഡിഷിൽ എന്തുണ്ടാവും, ഈ പറയുന്ന ആരുമുണ്ടാവും, നമ്മുടെ സാൻഡും ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് അവരെന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. ഉള്ളത് എന്താണ്, അലോയ്സ് എന്നാണ്. ഓക്കെ, അലോയ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ബ്രാസ് ഒരു അലോയ് ആണ്, ബ്രോൺസ് ഒരു അലോയ് ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇപ്പോൾ നമ്മൾ വണ്ടികളുടെ പാർട്സിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീല് ഒരു എന്താണ്, അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിലധികം മെറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഹോമോജനസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അലോയ്സ് എന്ന് വിളിക്കാം. അലോയ് ഇസ് എ ഹോമോജനസ് മിക്സ്ചർ ഓഫ് 2 or more metals or a metal or a non-metal. ഓക്കെ, ഒന്നിലധികം മെറ്റൽസോ അല്ലെങ്കിൽ ഒരു മെറ്റലും നോൺ മെറ്റലും ചേർന്ന് ഉണ്ടാക്കുന്ന മിക്സ്ചേഴ്സിനെ, ഹോമോജനസ് മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അലോയ് എന്ന് വിളിക്കാം. ഫിസിക്കൽ മെത്തേഡ്സ് കനോട്ട് സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഓഫ് എൻ അലോയ്. ഓക്കെ, ഒരു അലോയിനെ, ഇപ്പോൾ അലോയ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിലധികം മെറ്റൽസ് ഉണ്ടാവുമല്ലോ, ആ മെറ്റൽസിനെ നമുക്ക് എന്ത് വെച്ചിട്ട്, ഫിസിക്കൽ മെത്തേഡ്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച സെപ്പറേഷൻ ടെക്നിക്സ് എല്ലാം ആ സബ്സ്റ്റൻസിൻ്റെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പേരുടെയും ബോയിലിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ ആ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ടാണ് ഞാൻ അവരെ സെപ്പറേറ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള മെത്തേഡ്സിനെയാണ് ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയാം. ആ ഫിസിക്കൽ മെത്തേഡ്സ് വഴി അലോയ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അലോയ്സിനുള്ള എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ബ്രാസ് ആണ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ 80% കോപ്പറും 20% സിങ്കുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, ബ്രാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. അതുപോലെ ബ്രോൺസ് ഇസ് എ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് ടിൻ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയാണ്, അയേണും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേറെ മെറ്റൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബൺ, ക്രോമിയം, നിക്കൽ, മോളിബ്ഡനം. ഓക്കെ, ഇത്രയും ആൾക്കാരെ ചേർത്തുണ്ടാക്കുന്ന ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വിളിക്കുക. മിക്സ്ചർ അല്ല, അലോയ് ആണത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിനെയാണ് സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത്. മക്കളെ, ഞാൻ സെപ്പറേഷൻ ടെക്നിക്സ് പറഞ്ഞത് ഹോമോജനസ് മിക്സ്ചേഴ്സിൻ്റെ സെപ്പറേഷൻ ആയിരുന്നു അല്ലേ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജനസ് അല്ല, അതൊരു ഹെറ്ററോജനസ് മിക്സ്ചറാണ്. ഹെറ്ററോജനസ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് സോളിഡ് പാർട്ടിക്കിൾസ് ഡു നോട്ട് ഡിസോൾവ് ബട്ട് റിമെയിൻസ് സസ്പെൻഡഡ് ത്രൂഔട്ട് ദ ബൾക്ക് ഓഫ് മീഡിയം ആർ കോൾഡ് സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അല്ലേ? ഈ കഞ്ഞിവെള്ളം എങ്ങനെയാണ്? കഞ്ഞിവെള്ളത്തിൽ എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും. അതിൽ ഈ പറയുന്ന റൈസ് പാർട്ടിക്കിൾസ് അതിൽ എന്ത് ചെയ്ത് കിടക്കുന്നുണ്ടാവും, അതിൻ്റെ മുകളിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി ഡിസോൾവ് ചെയ്യാതെ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്തരം മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സസ്പെൻഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന കഞ്ഞിവെള്ളത്തിൽ അവിടെയുള്ള റൈസ് പാർട്ടിക്കിൾസിൻ്റെ അളവ് എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിരിക്കുമോ? അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സൊല്യൂട്ട് നമുക്ക് അവിടത്തെയുള്ള അവിടെയുള്ള റൈസ് പാർട്ടിക്കിളിനെ നമുക്ക് സൊല്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ സോളിഡ് പാർട്ടിക്കിൾസ് അവിടെ ഇവിടെയും തോന്നിയ പോലെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ് അല്ലേ? അത് യൂണിഫോം അല്ല. അപ്പോൾ അത് എന്ത് മിക്സ്ചറാണ്? നോൺ യൂണിഫോം മിക്സ്ചറാണ് അല്ലെങ്കിൽ ഹെറ്ററോജനസ് മിക്സ്ചറാണ്. In the case of suspension,
the particles of the undissolved substance are larger in size than the particles present in the solution. Okay. അതായത് എപ്പോഴും സസ്പെൻഷനിൽ ഈ പറയുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ്, സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് എപ്പോഴും വലുതായിരിക്കും. ഓക്കെ, ആ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നേക്കഡായി കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അതാ, ഈ പറയുന്ന കഞ്ഞി വെള്ളത്തിലെ ഈ പറയുന്ന പാർട്ടിക്കിൾ, ഈ പറയുന്ന റൈസിൻ്റെ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേക്കഡായി കൊണ്ട് കാണാനായിട്ട് സാധിക്കും. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനൊരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തരം മിക്സ്ചറാണ്? ഒരു ഹെറ്ററോജിനസ് മിക്സ്ചറാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ സെൻട്രിഫിക്കേഷൻ. ഓക്കെ, സെൻട്രിഫിക്കേഷൻ നിങ്ങൾ എവിടെ കാണുന്നുണ്ടാവും? ബ്ലഡിൻ്റെ ഒക്കെ സെപ്പറേഷൻസിൽ കാണുന്നുണ്ടാവും അല്ലേ? ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലഡിനെ അതിൻ്റെ കോമ്പണൻസ് ആയ WBC RBC ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സെൻട്രിഫിക്കേഷൻ. ഓക്കെ, സെൻട്രിഫിക്കേഷൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് പേര് ഇപ്പോൾ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഒരു എന്തെടുക്കുന്നു? ഒരു സ്റ്റോൺ എടുക്കുന്നു. സ്റ്റോണിനെ ഒരു വയറിലോട്ട് കണക്ട് ചെയ്യുന്നു, വയറല്ല ഒരു ത്രെഡിലോട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞാൽ, ഒന്നിങ്ങനെ സ്പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്പിന്ന് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ സ്റ്റോണിന് എൻ്റെ കയ്യിലോട്ട്, അതായത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഞാനിത് സ്പിൻ ചെയ്യും തോറും എൻ്റെ സ്റ്റോണ് എവിടോട്ട്? എൻ്റെ ഈ ആക്സിസിലോട്ട്, ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ കയ്യിലോട്ട് അല്ലെങ്കിൽ ഈ ആക്സിസിലോട്ട് ഒരു ഇൻവേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഇൻവേർഡ് ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കാം? യെസ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കാം. ആക്ച്വലി ഈ ഇൻവേർഡ് ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഇതേ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് വിളിക്കുക. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൊല്യൂഷനിലെ അല്ലെങ്കിൽ ഒരു മിക്സ്ചറിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരം ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? സെൻട്രിഫിക്കേഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുവാണെന്ന് വിചാരിക്കുക. വാഷിംഗ് മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ തുണി എപ്പോഴും എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? സെൻറ്റർ പോർഷനിലാണോ? അല്ല, പുറമേ ആയിരിക്കും, അതിൻ്റെ ഔട്ടർ ലെയറിലായിരിക്കും ഇങ്ങനെ കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അതിൻ്റെ റീസൺ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? എപ്പോഴും ഔട്ട്വേർഡ് ഡയറക്ഷനാണ്. ഞാൻ പറഞ്ഞു, ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഔട്ട്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൊല്യൂഷനിലെ കോമ്പണൻസിനെ അല്ലെങ്കിൽ ഒരു മിക്സ്ചറിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. This process involves spinning a mixture in a tube at high speed. During centrifugation, the tube becomes horizontal and the centrifugal force, അത് outward force ആണ്, causes the heavier particle to move outward where they settle at the bottom of the tube while lighter liquid remains at the top. Okay, അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എനിക്ക് ബ്ലഡിനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് വിചാരിക്കുക, അല്ലെങ്കിൽ ഏത് മിക്സ്ചറിനെയാണോ എനിക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അത് ഇതുപോലെ ഒരു ട്യൂബിലെടുക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന സെൻട്രിഫ്യൂഗേഷൻ്റെ ആ ഒരു മെഷീനിലോട്ട് ഞാൻ അതിനെ പ്ലേസ് ചെയ്യുന്നു. ഈ സെൻട്രിഫ്യൂജ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനെ എന്ത് ചെയ്യുന്നു? വളരെ ഹൈ സ്പീഡിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യും തോറും അതിൻ്റെ കോമ്പണൻസ് സ്പ്ലിറ്റ് ചെയ്യും. കോമ്പണൻസ് സ്പ്ലിറ്റ് ചെയ്ത് ഹെവിയർ പാർട്ടിക്കിൾസ് താഴെ ഇതുപോലെ സെപ്പറേറ്റ് ആവും. ഓക്കെ, ഹെവിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ഇപ്പോൾ രണ്ട് കോമ്പണൻസ് ഉണ്ട്, അതിൽ ഏതാണോ ഹെവിയർ ആയിട്ടുള്ളത് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? താഴെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, വെയിറ്റ് കുറവുള്ള ആൾ എന്ത് ചെയ്യും? മുകളിൽ ഇങ്ങനെ എന്ത് ചെയ്ത് കിടക്കും? ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇപ്പോൾ രണ്ട് കോമ്പണൻ്റ് ആണ് ഉള്ളതെങ്കിൽ ആ രണ്ട് കോമ്പണൻറ്റിൽ വെയിറ്റ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ളത് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. വെയിറ്റ് കുറവുള്ളത് മുകളിൽ എന്ത് ചെയ്ത് കിടക്കും? ബോയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്ത് കിടക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സെൻട്രിഫ്യൂജ് വർക്ക് ചെയ്യുന്നത്. Centrifugation is widely used in laboratories to separate the components of blood such as RBCs and plasma and in many chemical industries. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, പ്ലാസ്മ ആയിരിക്കും അവർക്ക് ആവശ്യം. ഓക്കെ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സർജറിക്ക് നമുക്ക് കൂടുതൽ ആവശ്യം പ്ലാസ്മ ആയിരിക്കും. അപ്പോൾ ബ്ലഡിൽ പ്ലാസ്മയുണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്, എല്ലാവരും ഉണ്ട്.
ഓക്കെ, ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് വഴിയാണ്, സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുകയാണോ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതാണ്, ഹെവിയർ പാർട്ടിക്കിൾ താഴോട്ട് പോവും, അതുപോലെ തന്നെ ലൈറ്റർ ലിക്വിഡ് എപ്പോഴും എന്ത് ചെയ്യും, ടോപ്പിൽ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ ഫിഗറിൽ യെല്ലോ കളറിൽ കാണുന്നതാണ് അവിടുത്തെ ലൈറ്റർ ലിക്വിഡ്, റെഡ് കളറിൽ കാണുന്നതാണ് അവിടുത്തെ ഹെവിയർ പാർട്ടിക്കിൾ. ഓക്കെ, അടുത്ത പ്രോസസ്സാണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കട്ട പിടിക്കുക, അതാണ് അതിൻ്റെ പച്ച മലയാളത്തിലുള്ള വേർഡ്. Coagulation is the process in which fine suspended particles in a liquid come together to form large particle, making them easier to separate. അതായത് ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ 2 കോമ്പണൻസ് ഉണ്ട്. ഞാൻ അതിലോട്ട് ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ ആഡ് ചെയ്യുന്നു, ഒരു ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലത്തെ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് കൊയാഗുലൻ്റ് എന്ന് വിളിക്കുക. ആ കൊയാഗുലൻ്റ് ആഡ് ചെയ്താൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് അവിടെയുള്ള ഏതെങ്കിലും ഒരു കോമ്പണൻറ്റിനെ പിടിച്ച് അതിൻ്റെ അടുത്തോട്ട് പിടിച്ച് വലിച്ച് അതെന്ത് ചെയ്യും, അതൊരു ഹാർഡ് മാസ് അല്ലെങ്കിൽ ഒരു സോളിഡ് മാസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കോമ്പണൻ്റ് അവിടെ എന്ത് ഫോം ചെയ്യും, ഈ പറയുന്ന കൊയാഗലൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് അതെന്ത് ചെയ്യും, അത് ഒരു ഹാർഡ് മാസ് ഫോം ചെയ്യും. മറ്റേ കോമ്പണൻ്റ് അവിടെ എന്ത് ചെയ്യും, ഒരു ലിക്വിഡ് പോലെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കൊയാഗുലേഷൻ എന്ന് വിളിക്കുക. ഒന്നുകൂടെ നോക്കി, കൊയാഗുലേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് കം ടുഗെദർ ടു ഫോം ലാർജ് പാർട്ടിക്കിൾ. ഓക്കെ, ഞാൻ അതിലോട്ടൊരു പാർട്ടിക്കിൾ ആഡ് ചെയ്യുമ്പോൾ ആ ലിക്വിഡിൽ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് എന്ത് ഫോം ചെയ്യുന്നു, ഒരു ഹാർഡ് സോളിഡ് മാസ് ഫോം ചെയ്യുന്നു. അതിനെ നമുക്ക് പിന്നെ വല്ല എന്താ പറയുക, ഫിൽട്രേഷൻ വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ആ പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ എന്ന് വിളിക്കുക. കൊയാഗുലേഷൻ നടക്കാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്ന ആ ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലന്റ്. എ കൊയാഗുലന്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു എ ലിക്വിഡ് ടു കോസ് കൊയാഗുലേഷൻ. ഇപ്പോൾ NCERT-യിൽ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ആ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കടാ. ഞാൻ അവിടെ എന്ത് എടുത്തിട്ടുണ്ട്, വാട്ടറിൽ കുറച്ച് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇംപ്യൂരിറ്റീസ് ഉള്ള ആ സൊല്യൂഷനിലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു, ആലം ആഡ് ചെയ്യുന്നു. ഓക്കെ, ആലം ആഡ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ആലം അവിടെയുള്ള ഇംപ്യൂരിറ്റീസിനെയൊക്കെ അട്രാക്ട് ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്യിക്കുന്നു. മുകളിൽ ഇപ്പം നമുക്ക് എന്ത് കിട്ടും, പ്യുവർ വാട്ടർ മാത്രം കിട്ടും, ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാം. താഴെ ആ ആലവും ഈ പറയുന്ന ഡിസോൾവ്ഡ് ഇംപ്യൂരിറ്റീസും ഒരു ഹാർഡ് മാസ് ഫോം ചെയ്തിട്ടുണ്ടാകും. ഇനി നമുക്ക് അതിനെ ഒരു ഫിൽറ്റർ പേപ്പർ വെച്ച് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്യുവർ വാട്ടർ മാത്രം സെപ്പറേറ്റ് ചെയ്യാം. ഈ ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കൊയാഗുലേഷൻ എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ കൊയാഗുലൻ്റ് ആയിട്ട് ആരാ യൂസ് ചെയ്തേ, ഒന്ന് പോസ് ചെയ്ത് പറഞ്ഞേ, കൊയാഗുലൻ്റ് ആയിട്ട് ആരാ യൂസ് ചെയ്തേ, ആ പൗഡേർഡ് ആയിട്ടുള്ള ആലമാണ്. ഓക്കെ അല്ലടാ, യെസ്, നമുക്കതൊന്ന് വായിക്കാം. പൗഡേർഡ് ആലം ക്യാൻ ബി ആഡഡ് ടു എ ബീക്കർ കണ്ടെയ്നിങ് മഡി വാട്ടർ. Alum is a white crystalline chemical substance often used in water purification. വാട്ടർ പ്യൂരിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ആലം എന്ന് പറയുന്നത്. ആലം ഞാൻ എന്തിലോട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്, ഒരു മഡി വാട്ടറിലോട്ട് ആഡ് ചെയ്യുന്നു. ആലം കോസസ് ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ടു ക്ലം ടുഗദർ. അവിടെയുള്ള മഡിനെ മൊത്തം അതെന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ചേർക്കുന്നു. ക്ലം ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർക്കുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് കൊയാഗുലേഷൻ ആൻഡ് ആലം ഈസ് സെഡ് ടു ആക്ട് ആസ് ദ കൊയാഗുലന്റ്. These larger clumps thus formed settled by gravity and then can be separated from water by decantation or filtration. Okay, അപ്പോൾ ഈ വെയിറ്റ് കൂടിയ പാർട്ടിക്കിൾ ഗ്രാവിറ്റി വഴി സെഡിമെൻറ്റ് ചെയ്യും, താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. അതിനെയാണ് സെഡിമെൻറ്റേഷൻ എന്ന് വിളിക്കുക. മുകളിൽ വാട്ടർ മാത്രം ഉണ്ടാവും. ആ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡീകാൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ ജസ്റ്റ് ഒന്ന് ചെരിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്യൂർ വാട്ടർ മാത്രം സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ പേപ്പർ വഴി പ്രോപ്പർ ഫിൽട്രേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ്? ദ ഫോർമേഷൻ ഓഫ് ചീസ് ഫ്രം മിൽക്ക് ഓൾസോ ഇൻവോൾവ്സ് കൊയാഗുലേഷൻ ഇൻ വിച്ച് an acid, lemon juice or vinegar is used as coagulant. It causes the coagulation of milk protein forming cheese. ഓക്കെ, മിൽക്കിൽ നിന്ന് ചീസ് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. അവിടെ നമ്മൾ കൊയാഗുലൻ്റ് ആയിട്ട് ആഡ് ചെയ്യുക സാധാരണ ഏതെങ്കിലും ആസിഡ്സ് ആണ്. വിനേഗറോ അല്ലെങ്കിൽ ലെമൺ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ സിട്രിക് ആസിഡും ഒക്കെയാണ് അവിടെ കൊയാഗുലൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 തരം മിക്സേഴ്സിനെ പറ്റി പഠിച്ചു. ഒന്ന് സൊല്യൂഷൻസ് ആണ്, ഹോമോജനസ് മിക്സർ ആയിരുന്നു. രണ്ടാമത്തത് സസ്പെൻഷൻ, ഹെറ്ററോജനസ് മിക്സർ ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഒരു മിക്സറാണ്, ദാറ്റ് ഈസ് കൊളോയിഡ്.
കൊളോയിഡ് എന്ന് പറഞ്ഞാൽ അതൊരു മിക്സ്ചറാണ്. കാണുമ്പോൾ ഹോമോജനസ് ആയി തോന്നുകയും എന്നാൽ ആക്ച്വലി ഹെറ്ററോജനസ് ആയതുമായ മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൊളോയിഡ് എന്ന് വിളിക്കുക. A mixture that is actually heterogeneous but appears to be homogeneous as the particles are uniformly suspended throughout the solution is called a colloid. Okay. അതായത് കാണുമ്പോൾ ഹോമോജനസ് ആയിട്ട് തോന്നും, പക്ഷേ അത് ഹെറ്ററോജനസ് ആണ്. കാരണം അവിടെയുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പറയുന്ന ബൾക്ക് ഓഫ് മീഡിയം, ആ പറയുന്ന സോൾവെന്റിൽ അല്ലെങ്കിൽ ആ പറയുന്ന മീഡിയത്തിൽ എന്ത് ചെയ്ത് കിടക്കുന്നുണ്ട്? അങ്ങിങ്ങായിട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അത്തരം സൊല്യൂഷൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? അല്ലെങ്കിൽ അത്തരം മിക്സ്ചേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? കൊളോയിഡ് എന്ന് വിളിക്കുക. കൊളോയിഡിന് ഏറ്റവും ബെസ്റ്റ് 2 എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് നമ്മൾ ദിവസവും കഴിക്കുന്ന മിൽക്ക്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ബ്ലഡ്. ഓക്കെ, ഈ ബ്ലഡും മിൽക്കും എന്തിന് എക്സാമ്പിളാണ്? കൊളോയിഡിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനിൽ 2 കോമ്പണൻസ് ഉണ്ട്, സൊല്യൂട്ടും സോൾവെൻറ്റും, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അതുപോലെ ഒരു കൊളോയിഡിൽ 2 കോമ്പണൻസ് ഉണ്ട്. അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും. ഓക്കെ, നോക്കടാ, ഒരു സൊല്യൂഷനിൽ എങ്ങനെയാണോ സൊല്യൂട്ടും സോൾവെൻറ്റും ഉള്ളത് അതുപോലെ തന്നെയാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേഴ്സ്ഡ് മീഡിയം. ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കും അവിടെയുള്ള മീഡിയം, നമ്മൾ എടുക്കുന്ന മീഡിയം, ആ മീഡിയത്തെയാണ് ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് വിളിക്കുക. അവിടെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വിളിക്കുക. ഓക്കെ, ഡെഫിനേഷൻ നമുക്ക് നോക്കിയാലോ. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഓർ സൊല്യൂട്ട് ലൈക്ക് കോമ്പണൻസ് ഇൻ എ കൊളോയിഡ്. അതുപോലെ തന്നെ ദ മീഡിയം ഇൻ വിച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ്. ആ പറയുന്ന പാർട്ടിക്കിൾസ് തൂങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന മീഡിയത്തെയാണ് എന്തെന്ന് വിളിക്കുക? ഡിസ്പേഴ്സിങ് മീഡിയം എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാമെന്നത്, അതായത് ടിൻഡാൽ എഫക്റ്റ് ആണ്. ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നിങ്ങൾ സിനിമാ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ, സിനിമാ തിയേറ്റേഴ്സിൽ നിങ്ങൾ സിനിമ കാണാനിരിക്കുമ്പോൾ ബാക്ക് സൈഡിൽ പ്രൊജക്ടർ ഉണ്ടാവും. ആ പ്രൊജക്ടറിൽ നിന്നുള്ള ലൈറ്റ് സ്ക്രീനിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ഇമേജ് കാണുന്നത്, അല്ലേ, ഫിലിം കാണുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ പാത്ത്, ഈ പറയുന്ന പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ പാത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പാത്ത് പ്യുവർലി വിസിബിൾ ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരെ നിങ്ങൾക്ക് പ്യുവർലി കാണാൻ പറ്റും. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുക. എയർ എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്, ഒരു കൊളോയിഡാണ്. ആ കൊളോയിഡിലൂടെ ഏതൊരു കൊളോയിഡിലൂടെയും ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്ത് എന്താവുന്നു? വിസിബിൾ ആവുന്നു. ഓക്കെ, ആ ലൈറ്റിൻ്റെ ആ കൊളോയിഡിൽ ഉള്ള പാർട്ടിക്കിൾസ്, സസ്പെൻഡഡ് പാർട്ടിക്കിൾസിൽ തട്ടി ഈ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു. ആ സ്കാറ്ററിംഗ് വഴി ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആവുന്നു. ഈ ഫിനോമിനനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുക. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്യുന്നു. ആ സ്കാറ്ററിംഗ് കാരണം ആ പാത്ത് വിസിബിൾ ആവുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് സൺലൈറ്റ് എൻ്ററിങ് ഇൻ ടു എ ഡാർക്ക് റൂം ത്രൂ എ സ്മോൾ ഹോൾ. അല്ലേ, ഇപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ റൂമിൽ ഒരു വൈകുന്നേര സമയത്ത് ഒരു ചെറിയ ഹോളിലൂടെ അല്ലെങ്കിൽ ജനാലയിലൂടെ ലൈറ്റ് നമ്മുടെ റൂമിലോട്ട് കടക്കുകയാണെങ്കിൽ ആ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് പ്രോപ്പർലി വിസിബിൾ ആവും, അല്ലേ? യെസ്, അതെന്തിന് എക്സാമ്പിളാണ്? ഈ പറയുന്ന ടിൻഡാൽ എഫക്റ്റിന് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെയും താങ്ക് യു, ടാറ്റ.